മോശ ദൈവത്തോടു കൂടി 40 രാവും 40 പകലുമാണ് വസിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വാസികളായ നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടി വസിക്കുകയാണ്. ദൈവത്തോടു കൂടി വസിച്ച മോശയുടെ ത്വക്കാണ് പ്രകാശിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടിയാണ് പ്രകാശിച്ചത്. പർവ്വതത്തിലേക്ക് കയറിയപ്പോഴാണ് ദൈവസാന്നിധ്യം അനുഭവിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. പഴയ നിയമത്തിൽ അഹരോനും മോശയ്ക്കുമൊക്കെ മാത്രമേ ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടത്ത് കയറി ചെല്ലുവാൻ അനുവാദമുണ്ടായിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന കാത്തിരിക്കുന്ന എല്ലാവരുടെ മേലും അവൻ ഇറങ്ങി വസിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്ന പർവ്വതത്തിൽ തൊടുവാനോ അടുത്തു വരുവാനോ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അവൻ നമ്മെ തൊട്ട് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ വസിക്കുകയാണ്. പഴയ നിയമത്തിൽ ആണ്ടിൽ ഒരിക്കലാണ് അവർ ദൈവം വസിക്കുന്ന ഇടത്ത് കയറി ചെന്നതെങ്കിൽ പുതിയ നിയമത്തിൽ സമയഭേദം കൂടാതെ നേരഭേദം കൂടാതെ എപ്പോഴും കയറി ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. ഗോഡ് ബ്ലെസ് യു.